ഗൈസ് ഗൈസേ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ലൈക്ക് എന്താ പറയുക, വിശ്വാസവഞ്ചന. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു അടിപൊളി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസവഞ്ചനനെ പറ്റിയാണ്. അപ്പോൾ ഈ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിച്ച ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചതി കിട്ടുന്നതാണെന്ത് വിശ്വാസവഞ്ചന. നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരെങ്ങനെയാന്ന്. നമ്മളങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഓർക്കുന്നില്ല. സത്യം, ആര് വേണമെങ്കിലും ആവാം. മനുഷ്യന്മാരാണ് അല്ലേ? എല്ലാരും മാറും. അതെ, മാറ്റമില്ലാത്തവരും ഉണ്ട്. അതെ തന്നെ, മാറ്റമില്ലാത്തവരും ഉണ്ട്. നമ്മളിപ്പോ ഒരാളെ കണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരെന്താണ്, ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ലുക്ക് വെച്ചോ നമുക്ക് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് അവരെ ഫുള്ളി ഡിറ്റർമൈൻ ഒന്നും ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഈ വിശ്വാസവഞ്ചന കാണിച്ച് ചിരിച്ച് കളിച്ച് നടന്ന് ഓരോരുത്തരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നത്. സത്യം, അവർക്ക് നമ്മുടെ ഇമോഷൻസ് ആണ് അവർക്ക് സന്തോഷം. അതിപ്പോ നമുക്കിപ്പം എന്താ പറയാ, ഓരോന്ന് കിട്ടുക പറയുമ്പോ കൊറേ പറയും. കാരണം നമുക്കതാണല്ലോ സന്തോഷം. ഇപ്പൊ എന്താ പറയാ, ഇപ്പം വാങ്ങിത്തരുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ചിലപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ ഓരോ ഇഷ്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മുടെ വീക്ക്നെസ്സിനെ പിടിച്ചു പറ്റും അവര് അല്ലെ ഫസ്റ്റ്. എന്നിട്ട് അതിൽ പിടിച്ചു കയറിയിട്ട് എന്താക്കും, നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ട് കളിക്കും. നമ്മുടെ ഇമോഷൻസ് ആണെന്ത് അവരുടെ ഹാപ്പിനെസ്സിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ തനി സ്വഭാവം കാണിക്കുന്നത്. സത്യം ഗൈസ്, ഇപ്പൊ ഈ വിശ്വാസവഞ്ചനയിൽ പെടുന്ന ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര മോസ്റ്റാണ്. ചെയ്യുന്നവർക്ക് അതൊരു പ്രോബ്ലം ആയിരിക്കില്ല, പക്ഷെ അത് അനുഭവിക്കുന്നവർക്കുണ്ടല്ലോ ഒരു ബിഗ് ട്രോമ ആയിരിക്കും. സത്യം, അവർക്ക് ലൈഫില് ചിലപ്പോ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മള് തമാശക്കൊക്കെ കാണിക്കുന്ന ചില തെറ്റുകളായിരിക്കും, പക്ഷെ അത് അവരെ മോസ്റ്റായിട്ട് എന്താണ് എഫക്ട് ചെയ്യും. അത് കാരണം നിങ്ങൾ ആരുടെ ഇമോഷൻസ് ഒരിക്കലും കളിക്കരുത്, അവരോട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി ക്രൂവൽ. സത്യം. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഈ എന്താ പറയാ, വിശ്വാസവഞ്ചനം ചെയ്യുന്നവർക്ക് അത് പ്രോബ്ലം അല്ല. അതിനകത്ത് പെടുന്നവരുണ്ടല്ലോ, ഒരു പ്രാവശ്യം അത് ചതിയാന്ന് മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷ. പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, പിന്നെ ഒരിക്കലും കിട്ടില്ല, ഒന്നിനും പറ്റില്ല. പിന്നെ നിങ്ങൾ എത്ര കയ്യെ കാലയെ പിടിച്ച് നിങ്ങൾ പുറകെ പോയാലും നിങ്ങളുടെ ഹൃദയം തുറന്ന് കാണിച്ചാലും അവര് ചെമ്പരത്തി പോവാന്നേ പറയുള്ളൂ അല്ലേ? അങ്ങനെ സത്യം. അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല, കാരണം അത്രയും വലിയ തെറ്റാണ്. അതെ സത്യം, ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ആരോട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എല്ലാം ലാസ്റ്റ് പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്നും അതെ, പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ പിന്നെ ഇരുന്ന് വിഷമിച്ചിട്ടോ പിന്നെ ഇരുന്ന് എന്തൊക്കെ ചെയ്തിട്ടോ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടില്ല അവരെ. അന്തി വരെ നമ്മള് വെള്ളം കോരിയിട്ട് പടിയെ കൊണ്ട് കലവടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. പിന്നെ ഇങ്ങനെയുള്ളവരുടെ എന്താ, ഇപ്പൊ നമുക്ക് ഒരാളെയും മനസ്സിലാക്കാൻ പറ്റില്ല നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല അവര് നമ്മളെ ചതിക്കുമല്ലോ എന്നൊക്കെ. പക്ഷെ എന്താണ്, ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരാളൊരു ചതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും ആരാണ് കറക്റ്റ് ആരാണ് ഇൻകറക്റ്റ് എന്നുള്ളത്. സത്യമായിട്ടും ഗൈസ്, ചിലപ്പോ ഈ എന്താ പറയാ, വിശ്വാസവഞ്ചന ചെയ്യുന്ന ആൾക്കാർ ഓർക്കുന്നുണ്ടാവും നമ്മൾ പൊട്ടന്മാരാണ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ തലയിൽ മറ്റേ എന്താ പറയാ, വേറെ ബ്രെയിൻ അല്ലാന്ന്. അവര് തെറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ തലയിൽ മാത്രമേ ബ്രെയിൻ ഉള്ളൂ. അതെ, നമ്മളീ ചോറയിലല്ലേ കഴിക്കുന്നത് അല്ലേ? തീർച്ചയായും അവരുടെ വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എക്സ്ട്രാ കണ്ണിങ് ആയിരിക്കും ഓപ്പോസിറ്റ് ആൾക്കാര്. പിന്നെ ഇവരുടെ ഈ ചതി എന്തോരം പോകുന്ന അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, അവരുടെ കൂടെ തന്നെ നിൽക്കും. ലാസ്റ്റ് മൊമെന്റില് കംപ്ലീറ്റ് ചതിയാന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ചതി പെടുന്നവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ചതിച്ചു എന്നോർത്ത് സന്തോഷിക്കും, പക്ഷെ നിങ്ങളുടെ ചതി നിങ്ങളെക്കാട്ടും മുമ്പ് ആര് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളോട് പറയണമെന്ന് ഒരിക്കലും. അത് തന്നെ ഗൈസ്, നിങ്ങൾ ആരോടെങ്കിലും ചതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് മാത്രല്ല ബോധവും വിവരവും ബുദ്ധിയുള്ളത് അവർക്കും ഉണ്ട്. നിങ്ങളുടെ ഓരോ ചെറിയ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹിന്റ് ഇട്ടിട്ടുണ്ടാവും, അത് ഇവര് വിചാരിക്കുന്നുണ്ടാവും നമുക്ക് മനസ്സിലായിട്ടില്ലെന്ന് അല്ലേ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുള്ളൂ, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റാ.
കാരണം അതായിരിക്കും നമുക്ക് ആദ്യം മനസ്സിലാവുക. അങ്ങനെ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ നിൽക്കും. എന്നാലല്ലേ കറക്റ്റായി നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എവിടം വരെ പോകുന്ന നമുക്ക് എത്തണം. പിന്നെ ഡൗട്ട് കൊണ്ട് നമുക്ക് ഒന്നും ക്ലാരിറ്റി ഒന്നും കിട്ടാതെ നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാനും പറ്റില്ല. സത്യം. ഫുള്ളി കൺഫേംഡ് ആയിട്ട് മാത്രമാണ് നമുക്ക് എന്താണ് അത് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ്, ഈ ചതി ചെയ്യുന്നവരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലാകാലം അവരുടെ കൂടെ ഉണ്ടാവുന്നതാണ്. ഫോർ എവർ അവരുടെ കൂടെ ഉണ്ടാവുന്നതാണ് അവരുടെ വിചാരം, അല്ലേ? അതാണ് അവരെന്ത് ചെയ്യുന്നത്, നമ്മളോട് ഈ ചതിയൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാം അവര് പറയുന്നത് അവരുടെ ചതി അവരുടെ ഇതൊക്കെ കേട്ട് നമ്മളെ വിശ്വസിക്കുക. നമ്മളവിടെ പിടിച്ചു നിൽക്കുന്ന അവർക്കറിയാം. 100% സത്യം, അതവർക്കറിയാം. അതുകൊണ്ടാണ് എന്ത് അവര് എല്ലാം നമ്മളോട് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസവഞ്ചനയിലുള്ളത്. എന്താ പറയാ, ഈ വിശ്വാസവഞ്ചന ചെയ്യുന്നവരോടൊന്നേ പറയാനുള്ളൂ, അവര് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അവരെ കിട്ടില്ല. ചിലപ്പോ പിന്നെ പക്ഷെ ലൈഫിൽ പിന്നെ നിങ്ങൾ ചിലപ്പോ റിയലൈസ് ചെയ്യും, നമ്മളായിരുന്നു ഏറ്റവും നല്ല ആൾക്കാരുന്നു. അന്ന് അവരെ കിട്ടിയതായിരുന്നു എനിക്ക് ഏറ്റവും ഭാഗ്യം. അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവരിപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. നിങ്ങൾ ഓർക്കാൻ പോകുന്നേ, നിങ്ങളുടെ നേരെ ആരെങ്കിലും അത് തന്നെ നോട്ട് പോയിന്റ്. ഒരു കോയിന് രണ്ട് സൈഡുള്ള പോലെ നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് തേടി വരും. അത് തന്നെ സത്യം. കർമ്മ എന്നുള്ളൊരു കാര്യം ഉണ്ട് നിങ്ങളെ പുറകെ, അത് നിങ്ങൾ മറക്കരുത്. അത് തന്നെ സത്യം. നിങ്ങൾക്ക് തന്നെ വരും. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവും. റിയലൈസ് ചെയ്യും.